മഹാഭാരതത്തിൽ പാണ്ഡവരുടെ അപമാനമേറ്റ് തലകുനിച്ച് നിന്ന കർണനെ ആജീവനാന്ത സൗഹൃദം പകരം വാങ്ങി ദുര്യോധനൻ അവരോധിച്ചത് അംഗരാജ്യത്തിന്റെ അധിപനായാണ്. ആ അംഗരാജ്യത്തെ ഭാഷയായിരുന്നു അംഗിക. ഇന്നത്തെ ബീഹാറിന്റെ ഭഗൽപൂർ മേഖലയും ജാർഖണ്ഡ്, ബംഗാൾ സംസ്ഥാനങ്ങളിലെ സമീപ പ്രദേശങ്ങളും അടങ്ങുന്നതായിരുന്നു പഴയ അംഗരാജ്യം. രാജ്യത്തോടൊപ്പം ഇല്ലാതാവുന്നത് മിക്കപ്പോഴും സംസ്കാരമാണ്. അതിൻ്റെ തുടക്കവും തുടർച്ചയുമാണ് ഭാഷയുടെ മരണം. അംഗിക അങ്ങനെ മരണത്തോടടുത്തു. അവിടെ നിന്ന് വീണ്ടും പ്രാണൻ വീണ്ടെടുക്കുകയാണ് ഭാഷ. സ്കൂളുകളിൽ അംഗികയ്ക്കായി അധ്യാപകരെത്തി. ഭഗൽപൂർ സർവകലാശാല അംഗികയിൽ ബിരുദ പഠനം ആരംഭിച്ചു. ഇന്ന് നിരവധി വിദ്യാർത്ഥികൾ ഈ ഭാഷയിൽ പ്രാവീണ്യം തേടുന്നു. यह भाषा आज शहरों की भाषा नहीं है, गांव के कुछ गरीब गुरुओं की भाषा है. ദേവനാഗരി ലിപിയിൽ തന്നെയാണ് അംഗികയും എഴുതുന്നത്. ഒട്ടേറെ അംഗിക സാഹിത്യകാരന്മാരും ഇന്നുണ്ട്. അംഗിക ഭാഷയിൽ 3 സിനിമകളും 3 കൊല്ലത്തിനിടെ പുറത്തിറങ്ങി. കാസറ്റുകൾ, സീഡികൾ, ഭജനുകൾ, സംഗീതം, സാഹിത്യം. അംഗിക ഭാഷ തിരിച്ചുവരികയാണ്, കേട്ടും പറഞ്ഞും എഴുതിയും. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാരും ഇക്കുറി അംഗിക ഭാഷയിൽ പ്രചാരണം നടത്തി. किसान भैया मजदूर भैया मिल के बदल द हिंदुस्तान कि हमर बेटा भूखले रोबे हो राम. അങ്ങനെ അംഗിക തിരിച്ചു പിടിക്കുന്നു അധികാരത്തിനു മുന്നിൽ നഷ്ടമായ കവചകുണ്ടലങ്ങൾ. ഭഗൽപൂരിൽ നിന്ന് ക്യാമറമാൻ മനോജ് പുൽപ്പാടിക്കൊപ്പം കെ മധു, അമൃത ന്യൂസ്.